വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് അഥവാ വൃത്തങ്ങളാണ്. നമ്മൾ സർക്കിൾസ് അല്ലെങ്കിൽ വൃത്തങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കൂടുതലും പ്രൂഫാണ് വരുന്നത്. അങ്ങനെ തെളിയിക്കാനുള്ള പ്രോബ്ലംസാണ് കൂടുതലായിട്ടും ചോദിക്കാറുള്ളത്. ആദ്യത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ ഒരുപാട് പ്രോബ്ലംസാണ് ഉണ്ടായിരുന്നതെങ്കിൽ സർക്കിൾസിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് കുറേ പ്രൂഫുകളുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസാണ്. അപ്പോൾ ഒരുപാട് എഫേർട്ട് എടുക്കുകയും ഒരുപാട് സമയം നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ നമുക്കൊരു സർക്കിളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ സർക്കിളുമായിട്ടുള്ള പോയിൻറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും ഈ ചാപ്റ്ററിലുടനീളം ഉണ്ടാവുക. അപ്പോൾ ആ പ്രൂഫ് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ചാപ്റ്റേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ചില ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ്, സർക്കിളിനെ റിലേറ്റ് ചെയ്തിട്ട് ബേസിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്ക് സർക്കിളിൻ്റെ ഡെഫിനിഷൻ തന്നെ തുടങ്ങാം. എന്താണ് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇംഗ്ലീഷിലുള്ള ഡെഫിനിഷൻ അവരവിടെ കൊടുത്തിട്ടുണ്ട്. എ സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് എ ഗിവൺ ഡിസ്റ്റൻസ് ഫ്രം വൺ പോയിൻ്റ് കോൾഡ് ദ സെൻറ്റർ. സർക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ലോക്കസ് ഓഫ് പോയിൻറ്റ്സ് ആണ്. അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഫ്രം വൺ പോയിൻ്റ്, ഒരു പോയിൻ്റിൽ നിന്ന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം പോയിൻ്റുകളെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറയാം. എ സർക്കിൾ ഈസ് എ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് അറ്റ് എ ഗിവൺ ഡിസ്റ്റൻസ് ഫ്രം വൺ പോയിൻ്റ് കോൾഡ് സെൻറ്റർ. സെൻറ്റർ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം പോയിന്റുകളെയാണ് നമ്മൾ സർക്കിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് സർക്കിളിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മലയാളം മീഡിയംകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ഡെഫിനിഷൻ ഒന്ന് റീഡിഫൈൻ ചെയ്യാം. നമുക്ക് ഒന്ന് മലയാളത്തിൽ പറയാം. കേന്ദ്രത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ, കേന്ദ്രം എന്ന് പറഞ്ഞ ഒരു പോയിന്റ് അല്ലേ, ഒരു ബിന്ദുവിൽ നിന്നും തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൂട്ടം ബിന്ദുക്കളെയാണ് വൃത്തം എന്ന് പറയുന്നത്. ക്ലിയർ? നിങ്ങൾ നോക്കൂ, ഇവിടെ ഞാൻ ഒരു സർക്കിളിൽ കുറേ പോയിൻറ്റ്സ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതിൽ എ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? നോക്കൂ, ഇതിൽ ആ ഓറഞ്ച് ഷെയ്ഡുള്ള കളർ നോക്കൂ, അതാണ് സർക്കിൾ എന്ന് പറയുന്നത്. ആ സർക്കിള് ഒരു കൂട്ടം ബിന്ദുക്കളാലാണ് ഫോം ആയിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, എ എന്ന് പറയുന്ന സെൻറ്ററിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും തുല്യ അകലത്തിലാണ് ആ സർക്കിളിലെ എല്ലാ പോയിൻറ്റ്സും സിറ്റുവേറ്റ് ചെയ്യുന്നത്. നോക്കൂ, ബി എന്ന് പറയുന്ന പോയിൻറ്റും ഡി എന്ന് പറയുന്ന പോയിൻറ്റും എഫ് എന്ന് പറയുന്ന പോയിൻറ്റും ഇ എന്ന് പറയുന്ന പോയിൻറ്റും സി എന്ന് പറയുന്ന പോയിൻറ്റും അല്ലെങ്കിൽ ഈ ബിന്ദുക്കളെല്ലാം എ എന്ന് പറയുന്ന കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ സെൻട്രലിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തുല്യ അകലത്തിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്നിട്ടുള്ളത് എന്താണ്? ഒരു സർക്കിളാണ് വിത്ത് എ സെൻറ്റർ എ. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരു സർക്കിൾ എന്താണെന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പോയിന്റ് കേൾക്കുക. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, എന്നാലും ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, ഓർത്തെടുക്കാൻ ശ്രമിക്കുക. സെൻറ്ററിൽ നിന്നും സർക്കിളിലെ ഓരോ പോയിന്റിലേക്കുമുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുന്നത്. സർക്കിളിൻ്റെ കേന്ദ്രത്തിൽ നിന്നും അല്ലെങ്കിൽ സെൻറ്ററിൽ നിന്നും സർക്കിളിലേക്കുള്ള ദൂരത്തിനെയാണ് നമ്മൾ റേഡിയസ് അഥവാ ആരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചിത്രത്തിലെ എ ബി എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ സർക്കിളിൻ്റെ ആരമാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ്, നിങ്ങൾക്കറിയാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയൂ, വേറൊരു റേഡിയസ് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് പറയൂ. എ ഡി എന്നത് ഈ സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ് അല്ലെങ്കിൽ ആരമാണ്. എ സി എന്ന് പറയുന്നത് ആരമാണ് അല്ലെങ്കിൽ റേഡിയസ് ആണ്. എ എന്ന് പറയുന്നൊരു പോയിൻ്റ് അവിടെ ഉണ്ടോ? അല്ലെങ്കിൽ ഇ എഫ് എന്ന് പറയുന്നത് റേഡിയസ് ആണോ? അല്ല അല്ലേ? ഐ എഫിലേക്ക് ഞാൻ വരാം കേട്ടോ. ഇനി നോക്കൂ, നിങ്ങൾ സെൻറ്ററിൽ കൂടെ സർക്കിളിൻ്റെ മുകളിലുള്ള രണ്ട് പോയിൻറ്റ്സുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഗ്രീൻ ലൈൻ ഒന്ന് നോക്കൂ. സി ഡി എന്ന് പറയുന്ന ലൈൻ നോക്കൂ. സി ഡി, എന്താ സി ഡിയുടെ പ്രത്യേകത?
സി ഡി സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അല്ല അല്ലേ. സർക്കിളിൻ്റെ മുകളിൽ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ദൂരമാണ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ്. അത് ഇതിലൂടെയാണ് കടന്നു പോകുന്നത്, എ എന്ന് പറയുന്ന സെൻറ്ററിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ സർക്കിളിന് മുകളിലെ 2 പോയിൻറ്റുകളെ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സെൻറ്ററിലൂടെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ആ ദൂരത്തിനെ, ഡിസ്റ്റൻസിനെ, ആ അളവിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എ സി എന്ന് പറയുന്നത് റേഡിയസും സി ഡി എന്ന് പറയുന്നത് ഡയമീറ്ററുമാണ്. എന്താണ് ഡയമീറ്ററും റേഡിയസും തമ്മിലുള്ള ബന്ധം, റിലേഷൻ? റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ, ഡബിൾ ആയിരിക്കും എന്ത്, ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എ സിയുടെ ഡബിൾ ആയിരിക്കും സി ഡി എന്ന് പറയുന്ന ഡയമീറ്റർ. റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും, ഡബിൾ ആയിരിക്കും ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ് അല്ലേ. അപ്പോൾ ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 2r എന്നെഴുതാം. ഡയമീറ്റർ ഡി ഈസ് ഈക്വൽ ടു 2r. 2r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു r. 2 ഇൻറ്റു r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ്. ഓക്കെ, അത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ വേറെ 2 പോയിൻറ്റ്സ് ഉണ്ട്, അത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത ലൈൻ വരച്ചിട്ടുണ്ട്. അത് ഇ എഫ് ആണ് അല്ലേ. ഇ എഫ് എന്ന് പറയുന്നത് സെൻറ്ററിൽ കൂടി അല്ല കടന്നു പോകുന്നത്, അതുകൊണ്ട് അത് ഡയമീറ്റർ അല്ല. പിന്നെ ഇ എഫ് എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കാം? യെസ്, ഇ എഫിനെ നമ്മൾ കോഡ് എന്നാണ് പറയുക. CHORD കോഡ്, അല്ലെങ്കിൽ മലയാളത്തിൽ ഞാൺ എന്ന് പറയും. സർക്കിളിലെ, വൃത്തത്തിലെ 2 ബിന്ദുക്കളെ, ഏതെങ്കിലും 2 ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ലൈനിനെയാണ് നമ്മൾ കോഡ് അഥവാ ഞാൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് 2 ബിന്ദു ആവാം അല്ലേ, ഇതിൽ ഒരുപാട് ബിന്ദുക്കളുണ്ട്. അതിൽ ഏത് 2 ബിന്ദുവിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ പോയിന്റിനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഡ് വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, സി ഡി എന്ന് പറയുന്ന ഡയമീറ്ററും 2 പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നതല്ലേ, 2 ബിന്ദുക്കളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്നതല്ലേ. അതുകൊണ്ട് സി ഡി എന്ന് പറയുന്ന ഡയമീറ്ററും എന്ത് തന്നെയാണ്, ഒരു കോഡ് തന്നെയാണ്. ആ കോഡ് എതിലെയാണ് കടന്നു പോകുന്നത്, സെൻറ്ററിൽ കൂടെ കടന്നു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതും എന്ത് തന്നെയാണ്, ഒരു കോഡാണ്. ഓക്കെ, അപ്പം ഇ എഫ് ഒരു കോഡാണ്, സി ഡി ഒരു കോഡാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ഈ സർക്കിളിലെ 2 പോയിൻറ്റ്സിനെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എത്ര കോഡ്സ് വേണമെങ്കിലും വരയ്ക്കാൻ സാധിക്കും. ഇനി വേറൊരു ടേം പരിചയപ്പെടുത്തുകയല്ല, ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. നോക്കൂ, എ ഡി ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ പോർഷൻ നോക്കുക. എ ഡി ബി ഭാഗം, സർക്കിളിൻ്റെ ഒരു ഭാഗം നോക്കുക. ആ ഭാഗത്തിന് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കാറുള്ളത്? ആ ഭാഗം മാത്രം ഇങ്ങോട്ടേക്ക് പറിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? അല്ലെങ്കിൽ എ സി ബി എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഭാഗം മാത്രം, അല്ലെങ്കിൽ എ ബി സി എന്ന് പറയുന്ന സർക്കിളിൻ്റെ ഒരു ഭാഗം മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നു എന്ന് വിചാരിക്കുക. ആ ഭാഗത്തിന് നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കുക? ഞാൻ അങ്ങോട്ട് മാറ്റി കാണിച്ചിട്ടുണ്ട്. എ ബി സി സർക്കിളിൻ്റെ ഒരു പോർഷൻ മാത്രം നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കി വെച്ചു. എന്ത് പേരിട്ടിട്ടാണ് അതിനെ വിളിക്കാറുള്ളത്? യെസ്, ഇറ്റ് ഈസ് കോൾഡ് എ സെക്ടർ അല്ലേ. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് പറയുക, സെക്ടർ എന്നാണ് പറയുക. സെക്ടർ ഈസ് ദ പോർഷൻ ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇവിടെ എ ഡി ബി ഒരു സെക്ടറാണ് അല്ലേ. എ ഡി ബിയുടെ ഹോൾ പോർഷൻ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. എ ഡി ബി മുഴുവൻ എന്താണ്? ഒരു സെക്ടറാണ്. ദെൻ എ ബി സി എന്താണ്? ഒരു സെക്ടറാണ്. അതുപോലെ കുറേ സെക്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർക്ക് ചെയ്യാൻ സാധിക്കും. യെസ്, ഇനി ചോദിക്കാനുള്ളത് ഇതാണ്, സർക്കിളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇക്വേഷൻസ്, സമവാക്യങ്ങൾ. ഏരിയ, പരപ്പളവ്. എങ്ങനെയാണ് സർക്കിളിൻ്റെ, വൃത്തത്തിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും കാണാതെ എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഏരിയ ഇസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ അല്ലേ. പൈ എന്ന് പറയുന്ന സിമ്പിൾ നോക്കൂ. പൈ അത് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതാം കേട്ടോ. പൈ എന്ന് പറയുന്ന സിമ്പിൾ നമുക്ക്, ഞാനിപ്പോൾ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള നൊട്ടേഷൻ ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആ ഒരു ലെറ്റർ ഡിനോട്ട് ചെയ്യാൻ സാധിക്കും. സോ പൈ ആർ സ്ക്വയർ, പൈ എന്നാണ് വിളിക്കുക കേട്ടോ. പൈ. ഓക്കെ, പൈ ആർ സ്ക്വയർ.
ഇനി പെരിമീറ്റർ ആണെങ്കിലോ, സർക്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ അത് 2πr ആണ് അല്ലേ. 2 × π × r. r എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ് അല്ലേ. സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് സർക്കിളിൻ്റെ മുകളിലുള്ള പോയിന്റിലേക്കുള്ള ദൂരമാണ് റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, 2 × π × r പെരിമീറ്റർ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ആ പെരിമീറ്റർ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ റേഡിയസ് നമുക്ക് അറിയാമെങ്കിൽ അത് കിട്ടണമെങ്കിൽ എന്ത് കൂടെ വേണം, പൈയുടെ വാല്യൂ കൂടെ വേണം അല്ലേ. ഓക്കെ, പൈയുടെ വാല്യൂ 3.14 എന്നാക്കി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്തമാറ്റിക്കൽ ലബോറട്ടറിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ അങ്ങനെ കാണാതെ പഠിച്ചാൽ മാത്രം മതി. പൈയുടെ വാല്യൂ 3.14, അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. 3.144 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണ്. നമുക്ക് പോയിന്റ് കഴിഞ്ഞ് 2 ഡിജിറ്റ് മാത്രം മതി. സോ 3.14 അല്ലെങ്കിൽ 22/7 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് യൂസ് ചെയ്യാം. അത് എപ്പോഴാണ് 22/7 യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നില്ലേ. ഇപ്പോൾ ഫ്രാക്ഷൻസുമായിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 22/7 × 7 എന്ന് വരികയാണെന്ന് വരിക. അപ്പോൾ നമുക്ക് 7 എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഇക്വേഷൻസ് ആണ് വരുന്നതെങ്കിൽ അവിടെ 22/7 ഉപയോഗിക്കാം, അല്ലെങ്കിൽ 3.14 ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. കൺഫ്യൂഷൻ ആയി പോകേണ്ട, ഏത് വാല്യൂ ഉപയോഗിച്ചാലും മതി. രണ്ടും ഒരേ വാല്യൂ ആണ്. പക്ഷേ 22/7 എന്ന് എഴുതിയാലും വിരോധമില്ല, ദെൻ 3.14 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, യെസ്. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുള്ളത്, ഒരു കാര്യം കൂടെ നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത്, അതിനുശേഷം നമ്മൾ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പ്രൂഫിലേക്ക് കടക്കുന്നതായിരിക്കും. തെളിയിക്കാനുള്ള ഒരു പ്രോബ്ലത്തിലേക്ക്, കണക്കിലേക്ക് കടക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി ഒന്ന് കേൾക്കുക. ഞാനൊരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിൻ്റെ വെർട്ടീസസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ABC. ഓക്കെ, ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C എത്രയായിരിക്കും വാല്യൂ? ഒരു ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സം എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇറ്റ് ഈസ് 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ആംഗിൾ A എത്രയാണ്, 90 ഡിഗ്രിയാണെന്നറിയാം അല്ലേ. ആംഗിൾ A ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ A ഓൾറെഡി 90 ഡിഗ്രിയാണ്. പിന്നെ തൊട്ടടുത്തുള്ള രണ്ട് കോണുകൾ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം, 90 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി കിട്ടണം. എന്നാലല്ലേ എല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുള്ളൂ, 180 ഡിഗ്രി കിട്ടുള്ളൂ, 180 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 ഡിഗ്രി കിട്ടണം. കാരണം ആംഗിൾ എ ഓൾറെഡി എന്തായി കഴിഞ്ഞു, 90 ഡിഗ്രി ആണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കി, ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും 90-നേക്കാൾ കുറവായിരിക്കില്ലേ. ഒന്നുകിൽ 60-30 ആയിരിക്കും, അല്ലെങ്കിൽ 45-45 ആയിരിക്കും അല്ലേ. എപ്പോഴും 90-നേക്കാൾ കുറഞ്ഞ ആംഗിളുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിയും ആംഗിൾ സിയും എന്താണ്, അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും, ന്യൂനകോണുകളായിരിക്കും. 90 ഡിഗ്രിയിൽ കുറഞ്ഞ ആംഗിളുകളായിരിക്കും, കോണുകളായിരിക്കും ഏത്, ആംഗിൾ ബിയും ആംഗിൾ സിയും. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടും. കാരണം ട്രയാങ്കിളിൻ്റെ ഇൻറ്റീരിയർ ആംഗിളിൻ്റെ ആന്തര കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. ആംഗിൾ എ 90 ഡിഗ്രിയാണെന്ന് അവർ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, മട്ട ത്രികോണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആംഗിൾ എ നമ്മൾ ഫിക്സ് ചെയ്തു, അത് 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടണം, 90 ഡിഗ്രി കിട്ടണം. എന്നാലല്ലേ എല്ലാം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടുള്ളൂ, 180 ഡിഗ്രി, 180 ഡിഗ്രി കിട്ടുള്ളൂ. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബിയും ആംഗിൾ സിയും 90-നേക്കാൾ കുറവായിരിക്കില്ലേ. എന്നാലല്ലേ രണ്ടും കൂടെ കൂട്ടിയാൽ 90 കിട്ടുള്ളൂ. അല്ലാതെ 90-ൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്കത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുമോ, ഇല്ല. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും 90-നേക്കാൾ കുറവായിരിക്കും. അങ്ങനെ 90-നേക്കാൾ കുറഞ്ഞ ആംഗിളുകൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് അക്യൂട്ട് ആംഗിൾസ് എന്നാണ്, മലയാളത്തിൽ പറയുന്നത് ന്യൂനകോണുകൾ എന്നാണ്. ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ റൈറ്റ് ആംഗിൾ ഒഴികെയുള്ള മറ്റ് 2 ആംഗിൾസും കോണുകളും എന്തായിരിക്കും, ന്യൂനകോണുകളായിരിക്കും, അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും.
ഇപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സുകളെല്ലാം വെച്ചാൽ നമുക്ക് നിങ്ങളുടെ സർക്കിൾസിലെ ഒന്നാമത്തെ പ്രോബ്ലത്തിലേക്ക് കടക്കാൻ സാധിക്കും. ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പ്രോബ്ലം ആയിട്ട് ഞാൻ നിങ്ങളെ അടുത്ത സെക്ഷനിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും.